കൊച്ചി കുംഭമേള കായലിൽ നിന്ന് ഒരു വീപ്പ കണ്ടെത്തുന്നു. ഏതാണ്ട് 1 വർഷം കാലത്തോളം അത് കരയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ആളുകളിൽ ആരൊക്കെയോ ആ വീപ്പ തുറന്നു നോക്കുന്നു. അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം. പോലീസ് കേസന്വേഷണം തുടങ്ങി. അതൊരു കൊലപാതകം തന്നെയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ആരാണ് കൊല്ലപ്പെട്ടത്, എന്തിനാണ് കൊന്നത്, ഇവയ്ക്ക് ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. കുമ്പളം ശകുന്തള കൊലക്കേസ്. വെൽക്കം ബാക്ക് അവർ ന്യൂ എപ്പിസോഡ് കുമ്പളം ശകുന്തള കൊലക്കേസ്. കേരള പോലീസിന് എക്കാലവും അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടാവുന്ന ഒരു കൊലക്കേസായിരുന്നു ഇത്. വീപ്പയുടെ അകത്ത് നിന്ന് കൈകൾ, തലയോട്ടികൾ, കാൽ എന്നിങ്ങനെ ശരീരഭാഗങ്ങൾ പാർട്സായി പുറത്തു വരാൻ തുടങ്ങി. അതിൽ നിന്നും മടക്കിയ നിരോധിച്ച 500 രൂപ നോട്ടുകളും കുറച്ച് തുണികളും ടേപ്പും കയറും കണ്ടെത്താൻ സാധിച്ചു. ഒരു മനുഷ്യനെ കൊന്ന് വീപ്പയ്ക്കുള്ളിലാക്കി കോൺക്രീറ്റ് ചെയ്ത നിലയിലായിരുന്നു ആ വീപ്പ ലഭിച്ചിരുന്നത്. അതിനകത്തു നിന്നും പലതരം സാധനങ്ങളും കിട്ടാൻ തുടങ്ങി. അതിൽ നിന്നും മനസ്സിലാക്കിയത് ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നും മൃതദേഹ അവശിഷ്ടം വെച്ചിട്ട് ഒരു സ്ത്രീയുടേതാണെന്നും അത് 50 വയസ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടേതാണെന്നും കേരള പോലീസിന് മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ കൊല്ലപ്പെട്ടത് ആര് എന്നതിനുള്ള ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. എല്ലുകളുടെ സാമ്പിളിലൂടെ ഉയരം 150 സെന്റിമീറ്റർ ആണെന്നും വീപ്പയിൽ നിന്നും കിട്ടിയ അരഞ്ഞാണത്തിന്റെ തെളിവ് അനുസരിച്ച് അത് സ്ത്രീയുടേതാണെന്നും അവർക്ക് മെലിഞ്ഞ ശരീരപ്രകൃതമാണെന്നും കണ്ടെത്താൻ സാധിച്ചു. വിശദമായ പരിശോധനയിൽ കാലിൻ്റെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് അത് യോജിപ്പിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ സർജറി ചെയ്ത് ഇട്ടതിനുള്ള തെളിവ് കിട്ടിയിരുന്നു. അതിനു മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പരും പേരും ഉപയോഗിച്ച് അന്വേഷണം ഹോസ്പിറ്റൽ, നിർമ്മാണ കമ്പനി ഇവിടേക്ക് തിരിച്ചു. അങ്ങനെ തൃപ്പൂണിത്തറയിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ ബാച്ച് നമ്പറുള്ള സ്ക്രൂ വാങ്ങിയതെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ക്രൂ ഉപയോഗിച്ചവരെ അന്വേഷിച്ചു കണ്ടെത്തുവാൻ തുടങ്ങി. അതിൽ ഒരാൾ മാത്രം സർജറി കഴിഞ്ഞിട്ടും ചെക്കപ്പിനായി വന്നിട്ടില്ല. അങ്ങനെ അവരുടെ ന്യായം കണ്ടെത്തി. ശകുന്തളയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. ഭർത്താവ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ജയിലിൽ പോയി. മകൾ അയൽവാസിയായ യുവാവിനെ വിവാഹം കഴിച്ചു. അങ്ങനെ ജയിൽ മോചിതനായ ഭർത്താവ് കലഹം പതിവായി. അതോടെ ശകുന്തളയും മകനും മാറി താമസിക്കാൻ തുടങ്ങി. വാഹന അപകടത്തെ തുടർന്ന് മകൻ മനോവിഷമത്തിലാവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മകളെ അതിനോളം കാണാതാവുകയും പോലീസ് അന്വേഷണത്തിൽ മകളെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ മകളും മരുമകനും വേർപിരിഞ്ഞ് ശകുന്തളയ്ക്കൊപ്പം താമസം തുടങ്ങിയ മകൾ ആ സമയം മറ്റൊരു യുവാവുമായി പ്രണയത്തിലായി. ആ യുവാവിൻ്റെ പേരാണ് സജിത്ത്. അയാൾ ഒരു പോലീസുകാരനായിരുന്നു. ഇയാളും ഇവർക്കൊപ്പമായി താമസം. അങ്ങനെ ഈ കാമുകനായ പോലീസുകാരൻ